തന്ത്രി കൂടി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, വിശ്വാസികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി തന്നെ ദേവന്റെ സ്വത്ത് അപഹരിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നും വരാനില്ല. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവായി കാര്യങ്ങൾ ചെയ്യേണ്ട ദേവസ്വം ബോർഡ്, അതിൻ്റെ പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള അതിലെ പ്രതിനിധികൾ, അതിൻ്റെ പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, ഇപ്പോൾ തന്ത്രിയും എല്ലാവരും കൂടി ചേർന്നാണ് ദേവന്റെ സ്വർണം കടത്തിയത് എന്നുള്ള വലിയ സ്ഫോടനാത്മകമായ വാർത്ത ഇവിടെ വരുമ്പോൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതല്ലാതെ വേറെന്തെങ്കിലും നിലപാടുണ്ടോ? ഇതേ സംബന്ധിച്ച് വിശ്വാസികൾ അതീവ ദുഃഖിതരാണ്. അത് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതേ തരത്തിലുള്ള ഒരു മോഷണം, കൊള്ള, ആചാരലംഘനം, തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ ആസൂത്രിതമായി ക്ഷേത്ര ഭരണത്തിനായി നിയോഗിക്കപ്പെട്ട ഭരണ സംവിധാനം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നിർവഹിച്ചു എന്നതിലാണ് അടിസ്ഥാനപരമായ ആ ദുഃഖവും വിഷമവും അതിലേറെ പ്രതിഷേധവും എല്ലാം വിശ്വാസിക്കുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ സംശയത്തിൻ്റെ മുനയിലാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണമെത്തി എന്ന് പറഞ്ഞ് ഒരു പുതിയ പരിവേഷം സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള ഈ കാര്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ആരെയെങ്കിലും രക്ഷപ്പെടുത്താനോ മറപിടിക്കാനോ ഉള്ള ഒരു ഇടപാടായി മാറാൻ പാടില്ല. ഇപ്പോൾ ഇത് തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിലെന്താ തെറ്റ്? പക്ഷെ തന്ത്രി ആണ് ഈ കാര്യങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഇതിന് അനുമതി കൊടുത്തത് എന്ന് പറയുമ്പോൾ തന്ത്രിയുടെ അനുമതി എന്ന് പറയുന്നത് രേഖാമൂലം നൽകുന്നതല്ല. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള അനുജ്ഞ എന്നുള്ള ഒരു പ്രക്രിയ, ആ പ്രക്രിയ അനുസരിച്ച് അത് നിർവഹിക്കുവാനുള്ള സാഹചര്യം അവിടെ രൂപപ്പെടുത്തിയത് ആരാണ്? ഇത് പുറത്തു കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഇവിടെ പ്രിയപ്പെട്ട ജയേന്ദ്ര സാർ പറഞ്ഞ 2 പോയിന്റ്സ്. ഒന്ന്, സ്വർണം, പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പൂശാൻ വേണ്ടി തീരുമാനിച്ച തീരുമാനത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന ആരുടേതാണ്? അത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല, മറ്റ് പല ക്ഷേത്രങ്ങളിലെയും ഈ തരം പ്രക്രിയകളെയെല്ലാം ബാധിക്കുന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം കൂടി ഈ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആരുടെ പ്രേരണയിലാണ്, അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അന്വേഷണ പരിധിയിൽ വരണം, പുറത്തു വരേണ്ട വസ്തുത തന്നെയാണ്. കാരണം മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളി പൊതിയുക എന്ന പ്രക്രിയ, ഇത് ഒരു ഘട്ടത്തിൽ കോടതിയുടെ തന്നെ നിയന്ത്രണത്തിലാണ് നടപ്പാക്കാൻ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച പ്രക്രിയയ്ക്ക് അടിസ്ഥാനപരമായി മാറ്റം വരുത്തിയവരാരാണ്? ആ മാറ്റത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന ആരുടേതാണ്? ആ തീരുമാനം നടപ്പാക്കിയവരാരൊക്കെയാണ്? തുടർന്ന് അതിൻ്റെ ഗുണഭോക്താക്കളായി ശബരിമലയിലും മറ്റ് പല ക്ഷേത്രങ്ങളിലും ഈ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചവരാരാണ്? ഇതെല്ലാം വിശ്വാസികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് മാത്രമല്ല, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തവരെ പുറത്തു കൊണ്ടുവരണമെന്ന്, ശിക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം തന്ത്രിയുടെ അനുമതി എന്ന് പറയുന്നത് നോർമൽ കേസിൽ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കാൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ ഞാനൊരു വിശ്വാസിയാണ്, ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളയാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ കീഴ്വഴക്കമനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ, ആ ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ഈ തരുണത്തിലുള്ള നിർമ്മാണ പ്രക്രിയകൾ, പ്രത്യേകിച്ച് ശ്രീകോവിലിനുള്ളിലെ കാര്യങ്ങൾ, സ്വർണം പൂശലായാലും സ്വർണം പതിക്കലായാലും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു തിരുത്തലോ മാറ്റമോ കുറച്ചേറെ കാലമായി ചില സ്ഥലങ്ങളിലെല്ലാം വരുത്തിയത്, അതിന് തന്ത്രി കൂട്ടു നിന്നിട്ടുണ്ടോ, മന്ത്രി നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നെല്ലാം ഉള്ളത് പുറത്തു വരേണ്ടതാണ്. പക്ഷെ തന്ത്രി ആ തരത്തിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ എത്തുമെന്ന്, അല്ലെങ്കിൽ എത്താനിടയായ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വമായി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. മനഃപൂർവ്വമല്ലാതെ അദ്ദേഹം അതിന് നിർബന്ധിതമായിട്ടതാണോ, എന്ത് കാരണം കൊണ്ടാണ്, ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നത്. അതാണല്ലോ SIT പരിശോധിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷണം. ശരി.